നടുങ്ങുന്ന അല്ലെങ്കിൽ നാണം കെടുന്ന വാർത്തകൾക്ക് പഞ്ഞമില്ല. കാസർഗോഡ് 20-കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത വാർത്തയാണ് ഇന്ന് കേരളം കേട്ടുഞെട്ടിയത്. ബീഡി തൊഴിലാളിയായ യുവതിയെ 3 പേർ ചേർന്ന് പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. റിപ്പോർട്ടിലേക്ക്. കാസർഗോഡ് മഞ്ചേശ്വരം ബായാർ സ്വദേശിനിയാണ് കൂട്ടമാനഭംഗത്തിനിരയായ യുവതി. തെറുത്ത ബീഡി കടയിൽ കൊടുത്ത് വീട്ടിലേക്ക് തിരികെ വരുമ്പോൾ ആളൊഴിഞ്ഞ പ്രദേശത്ത് വെച്ച് 3-അംഗ സംഘം യുവതിയെ ബലമായി സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. ബൈക്കിലാണ് യുവാക്കൾ യുവതിയെ പിന്തുടർന്നത്. ചെറുത്തുനിൽപ്പിനിടയിൽ യുവതിയുടെ കൈക്ക് മുറിവേറ്റു. ബ്ലേഡ് ഉപയോഗിച്ച് ആക്രമിച്ചതായി കരുതുന്നു. യുവതിയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ ജീപ്പ് യാത്രക്കാരാണ് രക്ഷകരായത്. ഇതിനിടെ അക്രമികൾ ബൈക്കിൽ രക്ഷപ്പെട്ടു. മഞ്ചേശ്വരം പോലീസ് എത്തി യുവതിയെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതികളിൽ ഒരാളെ യുവതി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പൈവളികെ മുളിഗദ്ദ സ്വദേശി സക്കറിയ ഉൾപ്പെടെ 3 പേർക്കെതിരെ മഞ്ചേശ്വരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തിരുവനന്തപുരത്ത് കാട്ടാക്കടയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നാണ് മറ്റൊരു വാർത്ത. തൊഴിലാളി സംഘടനയായ STUവിന്റെ മോട്ടോർ തൊഴിലാളി വിഭാഗം ജില്ലാ സെക്രട്ടറിക്കെതിരെയാണ് പരാതി. കാട്ടാക്കട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. STU നേതാവായ അംജദ് ഖാൻ തിരുവനന്തപുരം കുറ്റിച്ചൽ പരുത്തിപ്പള്ളി സ്വദേശിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ചതായാണ് പരാതി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് പരാതി. പലയിടങ്ങളിലും കൊണ്ടുപോയി നിരവധി തവണ പീഡിപ്പിച്ചതായും പരാതിയിലുണ്ട്. പെൺകുട്ടിയുടെ അമ്മയാണ് ഇത് സംബന്ധിച്ച പരാതി കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് അംജദ് ഖാനെതിരെ പോലീസ് കേസെടുത്തത്. അതേസമയം അംജദ് ഖാനെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. കസ്റ്റഡിയിലെടുത്ത ശേഷം സമ്മർദ്ദത്തെ തുടർന്ന് അംജദ് ഖാനെ വിട്ടയച്ചതായി ആക്ഷേപമുണ്ട്. എന്നാൽ അംജദ് ഖാൻ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 7 ലക്ഷം രൂപ വിലമതിക്കുന്ന 15,000 പാക്കറ്റ് പാൻ മസാലയാണ് ആലുവയിൽ പിടികൂടിയത്. വിവിധയിടങ്ങളിലായി നടന്ന പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലുവയിലും കാലടിയിലും പോലീസ് നടത്തിയ പരിശോധനയിലാണ് 15,000 പാക്കറ്റ് പാൻ മസാല പിടികൂടിയത്. കാലടി സ്വദേശി കൃഷ്ണകുമാറിന്റെ വീട്ടിൽ നിന്ന് 12,000 പാക്കറ്റും ആലുവ സ്വദേശി ജിനുവിന്റെ ഗോഡൌണിൽ നിന്ന് 2,000 പാക്കറ്റും പിടികൂടിയ പോലീസ് ചില്ലറ വിൽപ്പനക്കാരിൽ നിന്നുമാണ് മറ്റു പാക്കറ്റുകൾ പിടിച്ചെടുത്തത്. പ്രതികളെ ആലുവ പോലീസും കാലടി പോലീസും അറസ്റ്റ് ചെയ്തു. മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും വിൽപ്പന ഈ മേഖലകളിൽ വ്യാപകമാണെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരിശോധനയിൽ 8 കിലോഗ്രാം കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തിരുന്നു. ഇടുക്കിയിൽ നിന്നെത്തുന്ന കഞ്ചാവിനും മറ്റ് പുകയില ഉൽപ്പന്നങ്ങൾക്കും ആവശ്യക്കാരേറെയുള്ളത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളികളാണ്. വരും നാളുകളിലും പരിശോധന ശക്തമാക്കുമെന്ന് പോലീസ് അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ചികിത്സ കിട്ടിയില്ലെങ്കിൽ ആശുപത്രിയിലെത്തിയിട്ട് എന്ത് കാര്യം? പത്തനംതിട്ടയിൽ നിന്നുള്ള കഥ ഇങ്ങനെ. രാത്രിയിൽ അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ എത്തിച്ച 7 മാസം ഗർഭിണിയായ യുവതിയെ പരിശോധിക്കാൻ അധികൃതർ തയ്യാറായില്ല. ജനറൽ ആശുപത്രിയിലാണ് സംഭവം. ഡോക്ടർ അടുത്തുണ്ടായിട്ടും പരിശോധിക്കാതെ യുവതിയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അയക്കുകയായിരുന്നു. യുവതി ആംബുലൻസിൽ ജന്മം നൽകിയ കുഞ്ഞ് മരണമടഞ്ഞു. ഡോക്ടറുടെ വീഴ്ചയ്ക്കെതിരെ പരാതി ഉയർന്നിരിക്കുകയാണ്. ഒരു ഡോക്ടറിന്റെയും ആശുപത്രി ജീവനക്കാരുടെയും കൃത്യവിലോപം ഒരു കുഞ്ഞിന്റെ ജീവനെടുത്തു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗത്തിലെ ഡോക്ടറിന്റെയും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സുമാരുടെയും അനാസ്ഥയാണ് ഗർഭാവസ്ഥയിൽ തന്നെ ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടത്. വടശ്ശേരിക്കര സ്വദേശി ശ്യാംരാജനും ഭാര്യ ദീപയ്ക്കുമാണ് ആശുപത്രി അധികൃതരുടെ കെടുകാര്യസ്ഥതയിൽ തങ്ങളുടെ ആദ്യ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ മാസം 29-ാം തീയതി രാത്രി 10 മണിയോടുകൂടിയാണ് കലശലായ വയറുവേദനയെ തുടർന്ന് 7 മാസം ഗർഭിണിയായ ദീപയെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. നഴ്സുമാർ അടിയന്തരമായി ഇഞ്ചക്ഷൻ നൽകിയെങ്കിലും ബ്ലീഡിംഗ് വർദ്ധിക്കുകയും ഉടൻ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. മറ്റൊരു രോഗിയെ കൊണ്ടുപോയ ആംബുലൻസിൽ തന്നെ ഭാര്യയെയും കൂട്ടി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് യാത്ര തിരിച്ചു. വഴിമധ്യേ ആംബുലൻസിൽ ഭാര്യ പ്രസവിച്ചതായും ശ്യാംരാജ് പറയുന്നു. വയറുവേദന കൂടി ചെന്നപ്പോൾ 2 നഴ്സുമാർ ഒരു ഇഞ്ചക്ഷൻ ചെയ്ത സമയത്ത് തന്നെ ബ്ലീഡിങ് പെട്ടെന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് കൊണ്ട് ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഇത് കേട്ടമാതിരി ഞാൻ എൻ്റെ അച്ഛനെയും മറ്റ് ബന്ധുക്കളെയും കൂട്ടി കോട്ടയം മെഡിക്കൽ കോളേജ് ചെല്ലുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഭാര്യ വണ്ടിയിൽ നിന്ന് പ്രസവിക്കുകയും ഒരു 12 ആയപ്പോഴത്തേക്ക് എൻ്റെ കുട്ടി മരിക്കുകയും ചെയ്തു. ആശുപത്രിക്ക് തൊട്ടടുത്തു തന്നെ താമസമുണ്ടായിട്ടും ചികിത്സ ലഭ്യമാക്കാൻ ഡോക്ടർ കൂട്ടാക്കിയില്ലെന്നും ആക്ഷേപമുണ്ട്. രാത്രികാലങ്ങളിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ തീരാശാപമാണ്. ഈ അനാസ്ഥ ചൂണ്ടിക്കാട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയിരിക്കുകയാണ് ശ്യാംരാജ്. ക്യാമറമാൻ ജയപ്രകാശിനൊപ്പം BG മനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. മലപ്പുറം കോട്ടപ്പടിയിലെ മൊബൈൽ ഫോൺ കടയിൽ കവർച്ച നടത്തിയ സംഘത്തിലെ 4 പേർ പോലീസിന്റെ പിടിയിലായി. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് ബംഗാൾ സ്വദേശികളായ 4 പേരെ പിടികൂടാനായത്. മോഷ്ടിച്ച മൊബൈൽ ഫോണുകൾ സംഘം ബംഗാളിലെ കടകളിൽ വിൽപ്പന നടത്തിയെന്ന് പോലീസ് പറയുന്നു.
ജൂലൈ 5-നാണ് മലപ്പുറം കോട്ടപ്പടിയിലെ മൊബൈൽ ഷോപ്പിൽ കവർച്ച നടന്നത്. 10 ലക്ഷം രൂപയുടെ സ്മാർട്ട് ഫോണുകളാണ് നഷ്ടമായത്. കടയുടെ ഷട്ടർ തകർക്കാനായി ഉപയോഗിച്ച കമ്പിയും മോഷ്ടിച്ച സാധനങ്ങൾ കടത്താനായി ഉപയോഗിച്ച ബാഗും കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. കവർച്ചയ്ക്ക് പിന്നിൽ ബംഗാളികളാണെന്ന സൂചന ലഭിക്കുന്നു. തുടർന്ന് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് സംഘം പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു. അത് കളഞ്ഞു കിട്ടിയ സിം ഈ മോഷണത്തിന് വേണ്ടി നിരന്തരമായി ഉപയോഗിച്ചു. അങ്ങനെയാണ് മൊബൈൽ കേന്ദ്രത്തിൽ അന്വേഷണം നടന്നത്. അങ്ങനെ അന്വേഷണം വലിയൊരു സംഘമാണ് അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാവുകയും വെസ്റ്റ് ബംഗാളിലെ SIM പാർട്ടിയും പോവുകയും അവിടെ നിന്ന് പ്രധാനമായ 2 പ്രതികളെ വെസ്റ്റ് ബംഗാളിൽ അറസ്റ്റ് ചെയ്തു. അവിടെ നിന്നുള്ള ഡയറക്ഷൻ പ്രകാരം, അവിടുത്തെ ഇൻഫർമേഷൻ പ്രകാരം വയനാട്ടിൽ വെച്ച് 2 പേരെ കൂടി അറസ്റ്റ് ചെയ്യാൻ കഴിയും. 2 പേരെ വയനാട്ടിൽ നിന്നും 2 പേരെ ബംഗാളിൽ നിന്നുമാണ് പിടികൂടിയത്. മോഷ്ടിച്ച മൊബൈൽ ഫോണുകൾ പ്രതികൾ ബംഗാളിലെ കടകളിൽ വിറ്റുവെന്നാണ് പോലീസ് പറയുന്നത്. മലപ്പുറം CI R അശോകനും SI മനോജ് പറയട്ടയുമാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കുട്ടിക്കൂട്ടത്തിന് വയസ്സ് 20 തികഞ്ഞിട്ടില്ല. പക്ഷേ തലസ്ഥാന നഗരിയായ ദില്ലിയിൽ അവർ കൊടും ക്രിമിനലുകളായി. ബൈക്കിലെത്തിയ 19-കാരനെ പട്ടാപ്പകൽ നടുറോഡിൽ സംഘം കുത്തിവീഴ്ത്തി. CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. സംഘം പിടിയിലായിട്ടുണ്ട്. കാണാം ആ കാഴ്ച. കഴിഞ്ഞ ദിവസം സൗത്ത് ഈസ്റ്റ് ഡൽഹിയിലെ മതങ്കീർ സെൻട്രൽ മാർക്കറ്റിൽ വെച്ചാണ് 19-കാരനായ സച്ചിൻ എന്ന യുവാവിനെ കൊലപ്പെടുത്തിയത്. സുഹൃത്തിന്റെ കൂടെ സെൻട്രൽ മാർക്കറ്റിലെത്തിയ സച്ചിനെ 6-അംഗ സംഘം ആക്രമിക്കുകയായിരുന്നു. അക്രമികൾ സച്ചിനെ തുടരെ വെട്ടുന്നതും ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. മാർക്കറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ് 5 പേരെ അറസ്റ്റ് ചെയ്തു. ഈ 5 പേർക്കും പ്രായപൂർത്തിയായിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു. എന്നാൽ കൊലപാതകത്തിന്റെ കാരണമോ കൊലപാതകികളെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ദില്ലിയിൽ നിന്നും ബിജേഷ് നടുവിൽ. ജുവനൈൽ ജസ്റ്റിസ് നിയമ ഭേദഗതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. കുറ്റവാളികളുടെ പ്രായപരിധി 18-ൽ നിന്ന് 16 ആക്കുന്ന നിർദ്ദേശത്തിനാണ് അംഗീകാരം. ഇനി മുതൽ 16 വയസ്സിന് മുകളിലുള്ളവർക്ക് ജുവനൈൽ ആക്ട് പ്രകാരമുള്ള ശിക്ഷാ ഇളവ് ലഭ്യമാകില്ല. ഇത് സംബന്ധിച്ച ബിൽ ഈ പാർലമെന്റിൽ തന്നെ അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. കുറ്റവാളികളുടെ എണ്ണത്തിൽ 64% വർധനവുണ്ടായ സാഹചര്യത്തിലാണ് പരിഷ്കരണം. ദില്ലി പീഡനത്തിന്റെ പശ്ചാത്തലത്തിൽ നിയമ ഭേദഗതിക്ക് ശക്തമായ ആവശ്യമുയർന്നു. കോഴിക്കോട് പെരുമണ്ണയിൽ മലയിടിഞ്ഞു വീണ് 2 വീടുകൾ തകർന്നു. വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അനിയന്ത്രിതമായ മണ്ണെടുപ്പാണ് അപകടത്തിന് കാരണമായത്. ദുരന്തം വഴിമാറിയ കാഴ്ചയും. കോഴിക്കോട് നിന്ന് ഷമീമ സലാം. കോഴിക്കോട് പെരുമണ്ണ പഞ്ചായത്തിലെ വള്ളിക്കുന്നിലാണ് മലയിടിഞ്ഞു വീണ് 2 വീടുകൾ തകർന്നത്. കാഞ്ചനിയുടെയും TK അഷ്റഫിന്റെ വീടുകളാണ് മണ്ണിനടിയിലായത്. അർദ്ധരാത്രിയുണ്ടായ അപകടത്തിൽ അത്ഭുതകരമായാണ് വീട്ടുകാർ രക്ഷപ്പെട്ടത്. വർഷങ്ങളായി താമസിക്കുന്ന വീട് മലയിടിഞ്ഞ് വീണ് തകർന്നതിന്റെ ആദിയിലാണ് വീട്ടുകാർ. ഞാൻ കഴിച്ചിലായിട്ടുള്ളൂ. എൻ്റെ മോനും ഭർത്താവും അതിനടിയിൽ കുടുങ്ങി. ഞാൻ വന്ന് എണീറ്റ് വാതിൽ തുറന്നതാണ്. എന്താ വെച്ചാൽ വീട്ടിലെ അടുത്തുള്ള അഖിലേഷ് പറഞ്ഞ ഓന് വന്ന് രക്ഷിച്ചതാണ്. അതൊന്നും എനിക്കറിയില്ല. കഷ്ടപ്പെട്ട് എടുത്ത വീടാണ്. മതിലും വീടും മൊത്തമായിട്ടും തകർന്നു പോയി. ഞങ്ങൾ ഓടി പുറത്തേക്ക് അടുത്ത വീട്ടിലേക്ക് രക്ഷപ്പെട്ടതാണ്. അതേപോലെ അടുത്ത വീടിൻ്റെ ചുമരിൻ്റെ ഉള്ളിൽ വീണ് അവിടെ 2 ആൾക്കാർ മണ്ണിൻ്റെ അടിയിലായിപ്പോയി. ഇവൻ തന്നെ രാത്രി പോയി മാന്തി എടുത്ത് പുറത്താക്കി. ഒരു മിനിറ്റ് തെറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും മരിച്ചു പോവേൻ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട്. മലയിടിയുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ രക്ഷപ്പെടുകയായിരുന്നു. വീടിന്റെ പിൻവശത്തെ മലയിൽ അനിയന്ത്രിതമായി തുടരുന്ന മണ്ണെടുപ്പാണ് മലയിടിയാൻ കാരണമായത്. പരാതിപ്പെട്ടിട്ടും മൺമാഫിയയെ നിയന്ത്രിക്കാൻ നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. അതിൻ്റെ മറവിൽ നടന്നിട്ടുള്ളത് വലിയ രീതിയിലുള്ള ഗണ്ണാണ് നടന്നിട്ടുള്ളത് അവിടെ ഭാഗത്ത്. മാത്രമല്ല ഇത്രയും കാലമായിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ടും അതിന് മുകളിൽ യാതൊരുവിധ സംഗതികളും ഉണ്ടായിട്ടില്ല. ഒരു ദുരന്തം വരുത്തിയ രീതിയിലുള്ളത്. മല തുരന്ന് മണ്ണ് കടത്തിയവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കി വീട്ടുകാർക്ക് നൽകണമെന്ന് നാട്ടുകാർ തഹസിൽദാറിനോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അറസ്റ്റ് ചെയ്യപ്പെടുന്ന ദിവസവും തലേന്നും ബിന്ധ്യാസ് കാമുകൻ റിലാഷുമൊത്ത് സെക്രട്ടേറിയറ്റിലെത്തി. സോളാർ കേസിൽ ആരോപണ വിധേയനായ മന്ത്രിയുടെ 2 ലക്ഷത്തിൽ അറിയപ്പെടുന്ന അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ കണ്ടു. ബിന്ധ്യാസിന്റെയും കാമുകിന്റെയും മൊബൈൽ നമ്പറുകൾ ഇയാളുടെ കോൾ ലിസ്റ്റിലുണ്ട്. റിപ്പോർട്ടിലേക്ക്. സോളാർ കേസ് പോലെ ബ്ലൂ ബ്ലാക്ക് മെയിലിംഗ് കേസും എങ്ങുമെത്താതെ അവസാനിക്കുമെന്ന സൂചന നൽകുന്ന ഉന്നത ബന്ധങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സോളാർ കേസിൽ ആരോപണ വിധേയനായ ഉന്നത മന്ത്രിയുടെ ഓഫീസിന് വിന്ധ്യാസ് തോമസുമായും കാമുകൻ റിലാഷുമായും ശക്തമായ ബന്ധമാണുള്ളത്. ബ്ലൂ ബ്ലാക്ക് മെയിലിംഗിന് വിധേയനായ സജി കഴിഞ്ഞ മാസം 6-നാണ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത്. 7-ാം തീയതി കൊച്ചിയിൽ ഒരു മാളിന് മുന്നിൽ വെച്ച് റുക്സാന പിടിയിലാകുന്നു. കേസന്വേഷണം ഇങ്ങനെ പുരോഗമിക്കവെയാണ് വിന്ധ്യാസ് റിലാഷുമൊത്ത് സെക്രട്ടേറിയറ്റിലെത്തുന്നത്.
ഉന്നത മന്ത്രിയുടെ 2 അക്ഷരത്തിൽ അറിയപ്പെടുന്ന അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ നേരിൽ കണ്ട് വിന്ധ്യാസ് രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. രക്ഷിക്കാമെന്ന് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അറിയിക്കുകയും ചെയ്തു. ഇവിടെ നിന്ന് കൊച്ചിയിലേക്ക് നീല ഹോണ്ട സിറ്റി കാറിൽ പോകവേ അരൂർ ടോൾ ബൂത്തിനടുത്ത് വെച്ചാണ് വിന്ധ്യാസിനെ പിടികൂടുന്നത്. എന്നാൽ റിലാഷിനെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് അപ്പോൾ തയ്യാറായില്ല. വിന്ധ്യാസിന്റെയും റിലാഷിന്റെയും ടെലിഫോൺ രേഖകളിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ നമ്പറുണ്ടെങ്കിലും പോലീസ് നടപടിയെടുത്തിട്ടില്ല. സെക്രട്ടേറിയറ്റിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പോലീസ് തയ്യാറായിട്ടുമില്ല. പൊളിറ്റിക്കൽ ഡെസ്ക്.